ഞാനാണ് 2026 തിരുവല്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. നിങ്ങളോട് പറയണ്ട, പറഞ്ഞില്ല, അതിനി വേണ്ട. ആര് തീരുമാനിച്ചു? എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞില്ല. കോൺഗ്രസ്സുകാർ തീരുമാനിച്ചോ? എനിക്കറിയില്ല. അവർ ചർച്ചയെങ്കിലും നടത്തിയോ? എനിക്കറിയില്ല. എന്നോട് ആരെങ്കിലും ചർച്ച ചെയ്തോ? എനിക്കും അറിയില്ല. ഞാൻ പലതവണ നിഷേധിച്ചൊരു കാര്യമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഉറപ്പാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിനോട് നന്ദി പറയട്ടെ. അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള ഒരാളാണെന്ന് അദ്ദേഹം കണ്ടെത്തിയല്ലോ. അതിന് വളരെ നന്ദിയുണ്ട്, അതിന് സ്നേഹമുണ്ട്. പക്ഷേ അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പൊ അദ്ദേഹം ഇത് പല ആൾക്കാരും പറയുന്നത് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞാനങ്ങ് പറയുന്നതാണ്. കാര്യം ഈ പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയക്കാരുടെ സീറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, എല്ലാവരോടും ബഹുമാനമാണ് കേട്ടോ, കോൺഗ്രസ്, BJP, CPM, മുസ്ലിം ലീഗ്, ആപ്പ്, ഏതെങ്കിലും സീറ്റിന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നിഷ്പക്ഷമായി സമൂഹത്തിന് നന്മ ഉണ്ടാകണമെന്ന് കരുതി 100% നിസ്വാർത്ഥമായി 100% സത്യസന്ധമായി ഇടപെടുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ഞാൻ. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, അതിലൊരാളാണ് ഞാൻ. രാഹുൽ ഈശ്വർ മത്സരിക്കുന്നില്ല എന്നൊക്കെ പല തവണ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുള്ള രാഹുൽ ഈശ്വറാണ് ഇവിടെ തിരുവല്ലയില് ജില്ലാ. എങ്ങനെ മനസ്സിലായി? അതെനിക്കറിയില്ല. പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഞാൻ പറയുന്നില്ല. തിരുവല്ലയിൽ നിന്നുള്ള നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ള ആള് ഈ രാഹുൽ ഈശ്വറാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഡൽഹിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഹൈക്കമാൻഡ് ഓക്കെ. രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ രാഹുൽജിയോട് വെയിറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടക്കുന്നുണ്ട്. ഇത് സത്യമാണ്. രാഹുൽ എത്ര നിഷേധിച്ചാലും നമ്മൾ അംഗീകരിക്കില്ല. ഞാൻ നിഷേധിച്ചിരിക്കുന്നു, അതിശക്തമായി നിഷേധിച്ചിരിക്കുന്നു. ഈ നിഷേധം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിഷേധം പോലെയല്ല കേട്ടോ, ശരിക്കുള്ള നിഷേധമാണ്. അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിഷേധം എന്ന് പറഞ്ഞാൽ കോളേജിൽ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ലൈനാകും, അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമോ സ്നേഹമോ പ്രണയമോ ഒക്കെ ആകും. എന്നിട്ട് അവർ പരസ്പരം പറയും നോ വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണ്. അതേപോലെ അല്ല കേട്ടോ, അതേപോലെ സീരിയസ് ആയിട്ട് ഞാൻ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നൊന്നും രാഹുൽ ഈശ്വർ പറയരുത്. പറഞ്ഞു കഴിഞ്ഞു, നടന്നിട്ടില്ല. രാഹുൽ ഈശ്വർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. അതെന്തായാലും നല്ലതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല, കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്. അതുവരെ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, CPM-ന്റെ നമ്മുടെ മുകേഷ് ഏട്ടൻ, അല്ലെങ്കിൽ BJP-യിലെ സുരേഷ് ഗോപി, ആർക്കെതിരെ വ്യാജ പരാതി വന്നാലും, ശ്രീ സുരേഷ് ഗോപി ആണെങ്കിലും ശ്രീ മുകേഷ് ആണെങ്കിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും, നമ്മുടെ സമൂഹം ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കണം, അതിനെ എതിർത്ത് തോൽപ്പിക്കണം. അല്ലാതെ തന്നെ രാഹുൽ ഈശ്വരനെ തിരുവല്ലയിൽ നിർത്തിയാൽ അവിടെ വിജയസാധ്യതയുണ്ട് എന്നുള്ളത് കനകലൂരിന്റെ റിപ്പോർട്ടാണ്. അതിന് കനകോലുവിനൊക്കെ എന്നെ അറിയാമെന്ന് അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ എനിക്ക് സന്തോഷമാണ് കേട്ടോ. കനകോലു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു പുതിയ പ്രശാന്ത് കിഷോറാണ്. അപ്പോൾ അവരൊക്കെ രാഹുൽ ഈശ്വറിനെ ശ്രദ്ധിച്ചെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷം. പക്ഷേ അങ്ങനെയല്ല ഭൈ, ഞാൻ എന്താ അറിയാമോ, അങ്ങ് എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളും സാധനങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നിനും വേണ്ടിയല്ലാതെ സത്യം പറയുന്ന നിഷ്പക്ഷരായ, എന്താ പറയണേ, നിസ്വാർത്ഥരായ ആൾക്കാർ നമുക്ക് വേണം. എനിക്കിപ്പം അതിൽ കൂടുതൽ കൺവിക്ഷനോടെ പറയാൻ കഴിയുന്നത് നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, ഇത് വിധിച്ച ഇതിലെ ഹീറോകളായ ജഡ്ജിമാരുടെ പേരെങ്കിലും നമുക്കറിയാം. ഞാനും അവരെ കണ്ടിട്ടില്ല കേട്ടോ. മറ്റേ 2 ഫോട്ടോസ് ഇന്റർനെറ്റിൽ കണ്ടിട്ടേ ഉള്ളൂ. രാജാ വിജയരാഘവൻ സാറും അവിടെ ജയകുമാർ സാറും, അവിടുത്തെ ജയകുമാർ സാറും ഹൈക്കോടതിയിലെ. അങ്ങനെ ഒരുപാട് മനുഷ്യർ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ല, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായി പോരാടുക. നമ്മുടെ പൗരന്മാരും അങ്ങനെ പണത്തിനോ സ്ഥാനത്തിനോ പ്രശസ്തിക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി അല്ലാതെ പോരാടാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഈ രാജ്യം നിലനിൽക്കില്ല. ഒരുപാട് പേരുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല, ലോകത്തിലെ ഏത് മഹാരാജ്യങ്ങളും നിലനിൽക്കുന്നത്. നിസ്വാർത്ഥതയുടെ തോളിൽ നിന്നുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ചലിക്കുന്നത്. അങ്ങനെ നിസ്വാർത്ഥമായി നാട്ടുകാർക്ക് വേണ്ടി ഇടപെട്ട് മതസൗഹാർദ്ദവും ഗാന്ധിയൻ ദർശനങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ രാഹുൽ ഈശ്വറുമായിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അത് ഏത് രീതിയിലേക്ക് പോയി ഇപ്പൊ രാഹുൽ ഈശ്വർ നോ പറഞ്ഞു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചർച്ച നടന്നിട്ടുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ മത്സരിക്കുന്നില്ല എന്നൊക്കെ പല തവണ യഥാർത്ഥത്തിലേ കോൺഗ്രസിന് വേണ്ടത്, അതായത് കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനുമല്ല. പക്ഷെ കോൺഗ്രസ് തിരിച്ചു വന്നില്ലെങ്കിൽ CPM ഒരിക്കൽ കൂടെ വന്നാൽ CPM-നെ അത് ദോഷകരമായി ബാധിക്കും, കേരളത്തെ ദോഷകരമായി ബാധിക്കും. CPM ഇനി ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈ 2026 കോൺഗ്രസ് വന്നില്ലെങ്കിൽ പിന്നീട് വരാൻ ബുദ്ധിമുട്ടാണ്. CPM-ഉം BJP ആഗ്രഹിക്കുന്നത് എന്താ? CPM തിരിച്ചു വരണമെന്നാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എന്താ പറയണേ, അത് രഹസ്യ ഡീൽ എന്ന് മാത്രമല്ല. നമുക്ക് ഒരു നിമിഷം BJP-യുടെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർജി ആയിട്ടും, അല്ലെങ്കിൽ പഴയ പ്രസിഡന്റ് സുരേന്ദ്രൻജി ആയിട്ടും, RSSകാരായിട്ടും നമ്മൾ ഒരു റോൾ പ്ലേ എടുത്ത് നിന്നൊന്ന് ആലോചിക്കാം. BJP-കാരുടെ RSSകാരുടെ ആഗ്രഹം എന്തായിരിക്കും? എന്തായാലും BJP-കാരോ RSSകാരോ 2026 അധികാരത്തിൽ വരുമെന്ന് അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അവരുടെ ബെസ്റ്റ് കേസ് സിനാരിയോ 5-10 സീറ്റായിരിക്കും. BJP-ക്കും RSS-നും ഏത് വിഭാഗത്തിൽ നിന്നാണ് വോട്ട് കൂടുതൽ വരുന്നത്? മുസ്ലിങ്ങൾ വോട്ട് ചെയ്താണോ അവർ വരുന്നത്? അല്ല,
കൂടുതൽ വോട്ട് വരുന്നത് നായർ നസ്രാണി വിഭാഗങ്ങളിൽ നിന്നാണ്. പിന്നെ കുറച്ച് അവിടെ നിന്ന് ഇവിടുന്ന് ഈഴവ വോട്ടുകൾ വരുന്നു. RSS വർക്ക് ചെയ്യുന്ന പിന്നോക്ക മേഖലകളിലെ കുറച്ച് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഇതാണ് BJPയുടെ ബെസ്റ്റ് ബെറ്റ് പ്രതീക്ഷ എന്നുള്ളത്. അപ്പോ കോൺഗ്രസ് തിരിച്ചു വന്നാൽ കഴിഞ്ഞ 10 വർഷമായി RSSും BJPയും പണിയെടുത്ത് സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നായർ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. സാമുദായികമായ റീഅലൈൻമെന്റ് ആണ്. ഇപ്പൊ ഉദാഹരണം കേരള കോൺഗ്രസ്, നമ്മുടെ മാണി സാറിന്റെ മകൻ ജോസ് കെ മാണി, ശ്രീ ജോസ് കെ മാണി എനിക്ക് വളരെ ഇഷ്ടമുള്ള നേതാവാണ്. ജോസ് കെ മാണി ഇടതുപാളയത്തിൽ നിൽക്കുന്നതും CPMന്റെ കൂടെ നിൽക്കുന്നതും LDFന്റെ കൂടെ നിൽക്കുന്നതും അദ്ദേഹം മാർക്സിസ്റ്റുകാരനായിട്ടാണോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണോ? മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയൊരു ശതമാനം കേരള കോൺഗ്രസിന് സ്വാധീനമുണ്ട്. അതിന്റെ ബേസിലല്ലേ ഇനിയും കമ്മ്യൂണിസ്റ്റുകാര്, CPMകാര്, LDFകാര് ശ്രീ പിണറായി വിജയൻ നമ്മുടെ ശ്രീ ജോസ് കെ മാണിയെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അദ്ദേഹം നവോത്ഥാന നായകനോ പുരോഗമനവാദിയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വിപ്ലവ ആചാരനോ ആയതുകൊണ്ടാണോ? അല്ല. മുമ്പ് സുധാകരൻ സാറ് മാണി സാറിനെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കാം എന്ന് വരെ പറഞ്ഞു. അതായത് മാണി സാറിന് ഇപ്പം കിട്ടിയതിനേക്കാൾ വലിയ സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റ് മുഖ്യമന്ത്രിയാക്കാന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ സാമുദായിക ബേസ് ഈഴവ ഹിന്ദു പിന്നോക്ക കമ്മ്യൂണിസ്റ്റ് കേഡർ വോട്ടുകളാണ്. അതിന്റെ കൂടെ ഒരു 10%, 15% മുസ്ലിം വോട്ടുകൾ അവർക്ക് കിട്ടുകയും പിന്നീട് ക്രിസ്ത്യൻ വോട്ടുകൾ, മാണി സാർ എന്ന് പറഞ്ഞാൽ വലിയൊരു നേതാവായിരുന്നു, മാണി സാറിനെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ അവർക്ക് ആ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്കും തിരുവിതാംകൂർ ക്രിസ്ത്യാനികളിലേക്കും കടന്നു കയറാം എന്ന് വിചാരിച്ചാൽ. അപ്പോൾ BJPക്കാരുടെ ഇൻട്രസ്റ്റ് എന്താ? കോൺഗ്രസ് വരികയാണെങ്കിൽ ഈ നായർ നസ്രാണി വോട്ടുകൾ വീണ്ടും അധികാര കേന്ദ്രങ്ങളിലേക്കും കോൺഗ്രസിലേക്കും തിരിച്ചു പോകും. ഇതാണല്ലോ പ്രധാന കാര്യം. കോൺഗ്രസും BJP തമ്മിലുള്ള വ്യത്യാസം എന്താ? കോൺഗ്രസിന് മുസ്ലിം വിരോധമല്ല, BJPക്ക് മുസ്ലിം വിരോധമുണ്ട്. ഈ വ്യത്യാസമേ ഉള്ളൂ. അതായത് പ്രായോഗിക തലത്തിൽ പറയുന്നതാണ്. കോൺഗ്രസിന് മുസ്ലിം ലീഗും UDFന്റെ അവിഭാജ്യ ഘടകമാണ്. മുസ്ലിം വോട്ടുകൾ ഏറ്റവും കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമാണ്, UDFനാണ് വരുന്നത്. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിയ കോൺഗ്രസ് മുമ്പോട്ട് പോകും. തങ്ങളോട് മുസ്ലിം വോട്ടുകൾ വരാറില്ല. പിന്നെ ഈ നിരന്തരമായ വർഗീയത, ഇസ്ലാമോഫോബിയ, ഇതുകൊണ്ട് BJPക്കാർക്ക് മുസ്ലിം വോട്ട് കിട്ടാറില്ല. ഇതാണ് പ്രാക്ടിക്കൽ. ഇനി CPMകാരുടെ ആഗ്രഹം എന്താ? CPMകാർക്ക് ഇന്ത്യയിൽ വേറെ എവിടെയും ഭരണമില്ല. ഈ CPM എന്ന പാർട്ടി ഇന്ത്യ നിലനിൽക്കുന്നതിന്റെ ഘടനാപരമായ സാധനം അവരുടെ കോൺഫറൻസുകൾ, സെമിനാറുകൾ, അതിന്റെ സ്പോൺസർഷിപ്പ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, കാര്യങ്ങൾ, യാത്ര, ഇതെല്ലാം ഒരു പാർട്ടി നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം വേണം. ഈ എക്കോസിസ്റ്റത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത്, ഫണ്ട് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, താങ്ങി നിർത്തുന്നത് കേരള ഘടകവും മറ്റുമാണ്. അപ്പോൾ നമ്മൾ പിണറായി വിജയനായിട്ടും ഗോവിന്ദ മാഷായിട്ട് നിന്ന് ആലോചിക്കുക. ഞാനും നിങ്ങളും പിണറായി വിജയനും ഗോവിന്ദ മാഷുമാണ്. നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? CPM തിരിച്ചു വരണം. CPM തിരിച്ചു വരാതിരിക്കാനുള്ള ഏക പോസിബിലിറ്റി എന്താണ്? കോൺഗ്രസ് വളർന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് റീകൺസോളിഡേറ്റ് ചെയ്ത് UDF ആയിട്ട് ഇന്നൊരു 80 85 സീറ്റ് നേടുന്നതാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി. അപ്പൊ CPMന് എന്ത് വേണം? കോൺഗ്രസ് തളരണം. കോൺഗ്രസ് തളരണമെങ്കിൽ എന്ത് വേണം? നായർ നസ്രാണി വോട്ടുകൾ കോൺഗ്രസിനും BJPക്കുമായിട്ട് സ്പ്ലിറ്റ് ആയി പോകണം. കോൺഗ്രസിനും BJPക്കും സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ കോൺഗ്രസ് തിരിച്ചു വരില്ല. കോൺഗ്രസ് ഒരു 10-40 സീറ്റിലും BJP ഒരു 10 സീറ്റിലും ജയിക്കുകയാണെങ്കിൽ ബാക്കി 90 സീറ്റുണ്ട്. അതിലൊരു 85 മുതൽ 90 സീറ്റോ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാൽ 100 സീറ്റോ ജയിച്ചു മുസ്ലിം ലീഗ് ജയിക്കുമായിരിക്കും. അവർ മത്സരിക്കുന്ന നല്ലൊരു ശതമാനം സീറ്റിലും മുസ്ലിം ലീഗ് ജയിക്കും. ഘടനാപരമായി നമ്മുടെ പാണക്കാട് തങ്ങൾ അടക്കം അടിസ്ഥാനപരമായുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് അവരുടേതായ ഒരു സ്ട്രെങ്ത്തും നേച്ചറും ഉണ്ട്. അതുകൊണ്ട് അവർ ജയിക്കും. കോൺഗ്രസ്സുകാർ മാക്സിമം ഡിവൈഡഡ് ആയി കിടക്കും. അങ്ങനെ കോൺഗ്രസിന് ഒരു 30 സീറ്റോ 35 സീറ്റ് 40 സീറ്റ് എന്നൊരു ഇക്വേഷനും മറുഭാഗത്ത് BJPക്ക് ഒരു 10 സീറ്റോ എന്ന് ഇക്വേഷനും എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൃത്യമായിട്ട് അടുത്ത തവണ ഭരിക്കാം. അടുത്ത തവണ വന്നില്ലെങ്കിൽ വീണ്ടും അവരുടെ ഇടയിൽ വിള്ളലും കാര്യങ്ങളും ഉണ്ടാകും. വീണ്ടും അവർക്കിടയിൽ സ്പ്ലിറ്റും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസും BJPയും ഒരു 50 സീറ്റുകളിൽ എന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലങ്ങൾ മാറി മാറി വരികയും ചെയ്യും. അതോടുകൂടി അടുത്ത 5, 10, 15 വർഷം CPMന് ഭരിക്കുക. ഇതല്ലേ CPMന്റെ ആഗ്രഹം? നമ്മളാണ് പിണറായി വിജയൻ എന്നിരിക്കട്ടെ, നമ്മളാണ് ഗോവിന്ദ മാഷ് എന്നിരിക്കട്ടെ, നമ്മൾ ഇതല്ലേ ആഗ്രഹിക്കൂ. ഇതാണല്ലോ സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നത്. ഇനി കോൺഗ്രസിന്റെ ആഗ്രഹം എന്താ? അവിടെയാണ് എന്റെ വിഷമം. കോൺഗ്രസിന്റെ പലരുടെയും മനോഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരണം, നിങ്ങളുടെയൊക്കെ ആവശ്യമാണ്, നിങ്ങൾ നമ്മളെ ജയിപ്പിച്ചു തന്നോണമെന്നാണ്. കോൺഗ്രസ്സുകാര്, പ്രത്യേകിച്ച് ഈ നായന്മാര് പരസ്പരം അടികൂടാതെ, നായന്മാരെന്ന് പറയുമ്പോൾ സെന്റർ ലെഫ്റ്റ് ലിബറൽ പുരോഗമന നായരായ ശ്രീ VD സതീശൻജി, സെന്റർ റൈറ്റ് നിൽക്കുന്ന സോഫ്റ്റ് ഓൺ കമ്മ്യൂണിറ്റീസ് ആയ സോഫ്റ്റ് റൈറ്റ് രമേശ് ചെന്നിത്തലാജി, രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ശ്രീ KC വേണുഗോപാൽജി, വിശ്വനായരായ ഗ്ലോബൽ നായരായ ശശി തരൂർജി, ഇനിയും നമ്മുടെ സവർണ ഹിന്ദു സമൂഹത്തിൽ തന്നെ പറഞ്ഞ മുരളീധരൻജി, ഈ രീതിയിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാണോ മറ്റ് ഇക്വേഷനിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇവരിലേക്ക് കൺസോളിഡേറ്റ് ചെയ്ത് തിരിച്ചു വന്നില്ലെങ്കിൽ കോൺഗ്രസിന് വരാനുള്ള സ്പേസ് ഇല്ല. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറിനെ എല്ലാം മുഖ്യമന്ത്രിയാകുകയും ശക്തമായ പൊസിഷൻസ് നായർ നസ്രാണി ഈഴവ വിഭാഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾ ഇത് ആർക്കെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടെങ്കിലേ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അയ്യോ ഇതിങ്ങനെയൊന്നുമല്ല, ജാതി മതഭേദമന്യേ മതേതരത്വമായിട്ടാണ് ഇതുണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ചുമ്മാ പറയുകയാണ്. ഇതാണ് ഇതിന്റെ സത്യം. ഇതിനർത്ഥം ഇവരെല്ലാം കടുത്ത ജാതിവാദികളും മതവാദികളും വർഗീയവാദികളുമാണെന്നല്ല. എല്ലാവർക്കും ഒരു റെപ്രസെന്റേഷൻ ആവശ്യമുണ്ട്.
കേരളത്തിലെ പ്രമുഖ പ്രബല ജാതി സമുദായങ്ങളായ നായർ സമൂഹത്തിന്, ഈഴവ സമൂഹത്തിന്, ക്രിസ്ത്യൻ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന്, നമ്മുടെ പിന്നോക്ക ഹിന്ദു സമൂഹങ്ങൾക്ക് ഒക്കെ ഒരു റെപ്രസെന്റേഷൻ ആവശ്യമുണ്ട്. ഈ ഒരു ബാലൻസിലും ഫോർമുലയിലുമാണ് പോകുന്നത്. അതുകൊണ്ട് BJP-കാരുടെ ആഗ്രഹം CPM വരണമെന്നാണ്, CPM-ന്റെ ആഗ്രഹം BJP-കാർ കുറച്ച് വളരണമെന്നാണ്. ഒരുപാടല്ല, കുറച്ച് വളരണം, അതാണ് അവർക്ക് ഗുണം ചെയ്യുക. ഇനി കോൺഗ്രസ് നന്നായിട്ട് ആഗ്രഹിച്ച് അടുത്ത തവണ ജയിക്കുമോ എനിക്കറിയില്ല. അപ്പോൾ കോൺഗ്രസ് ജയിക്കട്ടെ, തിരുവല്ലയിൽ നല്ല സ്ഥാനാർത്ഥി വരട്ടെ. അതിനുള്ള കഴിവ് എനിക്കില്ല. ഞാനിങ്ങനെ പോളിസികളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് വെളിയിൽ നിന്ന് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തും TV ചർച്ചകളിലൊക്കെ ഇടപെട്ട് ജീവിച്ചോളാം. പക്ഷേ ഈ സത്യം കോൺഗ്രസ്സുകാരും കേരളവും മനസ്സിലാക്കിയാൽ മാത്രമേ കോൺഗ്രസ് ജയിക്കുകയുള്ളൂ. കോൺഗ്രസ് ജയിക്കേണ്ടത് 2026 ജയിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കോൺഗ്രസ്സുകാർ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ കേരളത്തിന്റെ ആവശ്യമാണ്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കി തിരിച്ചു വരാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന.